വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബി ഹിയർ. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബൈക്ക് വന്നിട്ട് കൊറിയർ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബൈക്ക് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് ബൈക്ക് ഡെലിവറി എടുത്തിട്ട് നമുക്ക് കഷ്ടിച്ച് ഒരു മണിക്കൂർ പോലും ഓട്ടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 10 കിലോമീറ്ററിനകത്ത് പോലും ഓട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു. നമ്മൾ തിരിച്ചന്ന് കണ്ണൂരിലേക്ക് കയറി വരേണ്ടി വന്നു. അപ്പം നമുക്ക് ഓട്ടിക്കാനുള്ളൊരു ടൈമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് അതിനെ കുറച്ച് നേരം യൂസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ നേരെ കണ്ണൂരിൽ കയറി വരായിരുന്നു. അപ്പോൾ ഇപ്പം ഏകദേശം 10-12 ദിവസം കഴിഞ്ഞിട്ട് പപ്പ അതിന് കൊറിയറായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂരിലേക്ക് ട്രെയിന് വഴി ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണതും അതിനെന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. നമ്മുടെ അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കൂടി ആവശ്യം വന്നത് വണ്ടിയുടെ RC ബുക്കിൻ്റെ ഒരു കോപ്പി, പിന്നെ ഓണറിൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതേപോലെ ഒരു മെയിൽ ID കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ടിക്കറ്റ് ഇവിടെ കൊണ്ടത് കാണിച്ചാൽ മാത്രമേ അവർ നമുക്ക് ഡെലിവറി തരുള്ളൂ. ഇപ്പോൾ എനിക്കറിയില്ല ആക്ച്വലി, പക്ഷേ അവിടെ കൊറിയർ ഓഫീസിൽ അവിടെ ട്രിവാൻഡ്രത്തെ പാർസൽ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ IDയിലേക്ക് ടിക്കറ്റിൻ്റെ കോപ്പി വരും. ആ കോപ്പി നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, നമ്മുടെ ഓണറിൻ്റെ ID കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക, നേരെ കൊറിയർ ഓഫീസിൽ പോയിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് ഡെലിവറി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അപ്ഡേഷൻ എന്നുള്ളത് ഞാൻ അറിയിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ണൂരെത്തി പെട്രോൾ പമ്പിൽ പോയി ഒരു 80 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ. അപ്പോൾ ഇനി അകത്ത് കയറിയിട്ട് ബൈക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ആക്ച്വലി പോയായിരുന്നു പാർസൽ എടുക്കാൻ. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിന് ആക്ച്വലി രാവിലെ 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർസൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അന്നേരം ട്രെയിനിൻ്റെ മറ്റേ ആ ബോഗിയിലെ ഡോറ് ജാമായതുകൊണ്ട് ഇവർക്ക് ബൈക്ക് പറ്റി പുറത്തിറക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ ട്രെയിൻ കൂടുതൽ സമയം നിർത്തിക്കാൻ പറ്റാതെ തന്നെ അവർ ട്രെയിൻ തൽക്കാലം മാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് വൈകിട്ട് വീണ്ടും അവർ മാംഗ്ലൂരിൽ നിന്ന് ബൈക്ക് തിരിച്ചയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മീൻസ് മാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ കണ്ണൂരിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് 8 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 8 മണിയൊക്കെ ആകുമ്പോൾ പോയി കളക്ട് ചെയ്യണം. വന്നിട്ട് എങ്ങനെ വണ്ടി എത്തുമെന്ന് അറിയാൻ പാടില്ല. വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കയറ്റി ഇനി ഡാമേജ് വല്ലതും വരുമോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ നേരത്തെ പോയ സമയത്ത് മറ്റേ ടിക്കറ്റിൻ്റെ അത് കോപ്പി മതിയോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല, കോപ്പി മതിയെന്ന് പറഞ്ഞ്. കോപ്പി മീൻസ് ആക്ച്വലി ആ ബൈക്കിൻ്റെ RC ബുക്ക് എൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഇതിലായതുകൊണ്ട് മറ്റേ അയച്ച അഡ്രസ്സും ബാക്കിയുള്ളതെല്ലാം എൻ്റെ പേരിലാണ്. അപ്പോൾ എൻ്റെ ഒരു ID കാർഡിൻ്റെ പ്രൂഫും കോപ്പിയും കൂടെ ഞാൻ ഒരു മറ്റേ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിൽ വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വൈകിട്ടിന് പാർസൽ പോയി കളക്ട് ചെയ്യാം. നമുക്ക് ബൈക്ക് പോയി വൈകിട്ട് കളക്ട് ചെയ്യാം.